ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ചിട്ട് പറയുന്നതിനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂതകാലത്തെക്കുറിച്ച് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കാം നമുക്ക് ആദ്യം. ഐ വരുമ്പം, ഹീ വരുമ്പം, ഷീ വരുമ്പം, ഇറ്റ് വരുമ്പം, യു വരുമ്പം, വി വരുമ്പം, ദേ വരുമ്പം വെർബിൻ്റെ കൂടെ ഇ ഡി ഫോം വരും. ഇ ഡി, ഐ പ്ലേഡ്. അപ്പോൾ പ്ലേയിൻ്റെ കൂടെ, പ്ലേ എന്ന് പറയുന്ന വെർബാണ്, അതിൻ്റെ കൂടെ ഇ ഡി ഫോമും കൂടിയും വരും, പ്ലേഡ് എന്ന് വരും. അപ്പോൾ ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, ഷീ ക്ലൈംബ് ദ ഹിൽ യെസ്റ്റർഡേ. ഓപ്ഷൻ ബി, ഷീ ക്ലൈംബ്ഡ് ദ ഹിൽ യെസ്റ്റർഡേ. അപ്പോൾ ഇ ഡി ഫോം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കൂ. ഫസ്റ്റ് ഓപ്ഷൻ, ദേ അറേഞ്ച് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. സെക്കൻഡ് ഓപ്ഷൻ, ദേ അറേഞ്ച് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അപ്പം ഇ ഡി ഫോം വരണം. അപ്പോൾ അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ദേ അറേഞ്ച്ഡ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. തേർഡ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. ഹി പോളിഷ് ഇസ് കാർ. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, ഹി പോളിഷ്ഡ് ഇസ് കാർ. അപ്പോൾ ഇ ഡി ഫോം വരണം. ഈ പോളിഷ്ഡ് ഇസ് കാർ, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. കറക്റ്റ് സെൻറ്റൻസ് തിരഞ്ഞെടുക്കൂ. വി ഓർഗനൈസ്ഡ് ദ ഇവൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, വി ഓർഗനൈസസ് ദ ഇവൻറ്റ്. അപ്പോൾ ഇ ഡി ഫോമാണ് വരേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. വി ഓർഗനൈസ്ഡ് ദ ഇവൻറ്റ്, അതാണ് കറക്റ്റ്. ഇ ഡി ഫോം വരണം. അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് ആണ്. ക്വസ്റ്റ്യൻ മലയാളത്തിൽ തരും, ഇംഗ്ലീഷിൽ നമ്മൾ ആൻസർ പറയണം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയണം. ഞാൻ ഇന്നലത്തെ മീറ്റിംഗ് ഒഴിവാക്കി. അപ്പം എന്ത് വരും? ഐ സ്കിപ്ഡ്. സ്കിപ്ഡ് ഇ ഡി ഫോം വന്നു. ഐ സ്കിപ്ഡ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അടുത്ത ക്വസ്റ്റ്യൻ, അവൾ മെസ്സേജ് എത്തിച്ചു. ഷീ ഡെലിവേർഡ് ദ മെസ്സേജ്. അവൻ തൻ്റെ ഷർട്ട് അയൺ ചെയ്തു. ഹി അയൺഡ് ഈസ് ഷർട്ട്. അയൺഡ് ഇ ഡി. അവർ പ്ലാൻ ഡിസ്കസ് ചെയ്തു. ദേ ഡിസ്കസ്ഡ് ദ പ്ലാൻ. ഞങ്ങൾ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ പസിൽ സോൾവ് ചെയ്തു. യു സോൾവ്ഡ് ദ പസിൽ. ഇ ഡി ഫോം വന്നു. സോൾവ്ഡ്. ഞാൻ ഇന്നലെ സൺസെറ്റ് കണ്ടു. ഐ സോ ദ സൺസെറ്റ് യെസ്റ്റർഡേ. അവൾ പൂക്കൾ അറേഞ്ച് ചെയ്തു. ഷീ അറേഞ്ച്ഡ് ദ ഫ്ലവേഴ്സ്. അറേഞ്ച്ഡ് ഇ ഡി ഫോം വന്നു. അവർ ഇൻഗ്രീഡിയൻസ് അളന്നു. ഹി മെഷേർഡ് ദ ഇൻഗ്രീഡിയൻസ്. അവർ ഒരു കേക്ക് ചുട്ടു. ദേ ബേക്ക്ഡ് ദ കേക്ക്. ഞങ്ങൾ ഇന്നലെ ഡാൻസ് ചെയ്തു. വി ഡാൻസ്ഡ് യെസ്റ്റർഡേ. ഇ ഡി ഡാൻസ്ഡ്. ഞാൻ വെജിറ്റബിൾസ് മുറിച്ചു. ഐ ചോപ്ഡ് ദ വെജിറ്റബിൾസ്. അവൾ പാക്കേജ് ഡെലിവർ ചെയ്തു. ഷീ ഡെലിവേർഡ് ദ പാക്കേജ്. അവൾ ഡോക്യുമെൻറ്റ്സ് ഓർഗനൈസ് ചെയ്തു. ഹി ഓർഗനൈസ്ഡ് ദ ഡോക്യുമെൻറ്റ്സ്. അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ദേ സെലിബ്രേറ്റഡ് ദ ബർത്ത്ഡേ. ഞാൻ ഡോറ് തുറന്നു. അതാണ് ക്വസ്റ്റ്യൻ. ഐ ഓപ്പൺഡ് ദ ഡോർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് യു സ്റ്റഡി റീസെൻ്റ്ലി? നിങ്ങൾ എന്താണ് ഇപ്പം റീസെൻ്റായിട്ട് പഠിച്ചത്? ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇ ഡി ഫോം വരണം. ഐ സ്റ്റഡീഡ് എന്ന് വരണം. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് റീസെൻ്റ്ലി. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് റീസെൻ്റ്ലി. വെൻ ഡിഡ് യു ലാസ്റ്റ് വാക്ക് ഔട്ട്സൈഡ്? ഐ ലാസ്റ്റ് വാക്ക് ഔട്ട്സൈഡ് ഓൺ ഫ്രൈഡേ. ഫ്രൈഡേയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള ദിവസം, നിങ്ങളേതാ പുറത്തു പോയ ദിവസം, അന്ന് അത് കൊടുക്കാം. ഓക്കെ. When did you last watch a movie? I watched a movie last on June 2nd. I watched movie last on June 2nd. നിങ്ങൾ എന്നാണ് ലാസ്റ്റ് ഒരു മൂവി തിയേറ്ററിൽ പോയി കണ്ടത്, അത് എഴുതാം. Who did you help recently? I helped my mother recently. നിങ്ങൾ ആരെയാണ് ഹെൽപ്പ് ചെയ്തത് അത് എഴുതാം നിങ്ങൾക്ക്. Which game did you play recently? I played Ludo recently. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിമാണ് നിങ്ങൾ കളിച്ചെങ്കിൽ അത് എഴുതാം, റീസെൻ്റായിട്ട് കളിച്ചത്.
വെർ ഡിഡ് യു ട്രാവൽ റീസെൻ്റ്ലി? ഐ ട്രാവൽഡ് ടു ആസാം ആൻഡ് മേഘാലയ റീസെൻ്റ്ലി. നിങ്ങൾ എവിടെയാണ് ലാസ്റ്റ് ട്രാവൽ ചെയ്ത് അത് എഴുതാം. ഹൂ ഡിഡ് യു കോൾ റീസെൻ്റ്ലി? ഐ കോൾഡ് മൈ ഫ്രണ്ട്സ് റീസെൻ്റ്ലി. വെൻ ഡിഡ് യു ലാസ്റ്റ് ടോക്ക് ടു യുവർ ഫാമിലി? ഐ ടോക്ക്ഡ് ടു മൈ ഫാമിലി ടുഡേ മോർണിംഗ്. നിങ്ങളെപ്പോഴാണ് സംസാരിച്ചത് അത് എഴുതിയാൽ മതി. വെൻ ഡിഡ് യു ലാസ്റ്റ് വാഷ് യുവർ ക്ലോത്ത്സ്? ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് ടുഡേ മോർണിംഗ്. ഓക്കെ, നിങ്ങളെപ്പോഴാണ് വാഷ് ചെയ്തത് നിങ്ങളെ ക്ലോത്ത്സ് അത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേറെ ഒന്നുമില്ല. സ്ട്രക്ചർ ആലോചിക്കുക. ഐ വരുമ്പോൾ, ഹി വരുമ്പോൾ, ഷീ വരുമ്പോൾ, ഇറ്റ് വരുമ്പോൾ, യു വരുമ്പോൾ, ദേ വരുമ്പോൾ, വി വരുമ്പോൾ വെർബിൻ്റെ കൂടെ ഇ ഡി ഫോം വരണം. ഇ ഡി, പ്ലേഡ് എന്നൊക്കെ പറയുമ്പോൾ, സ്കിപ്ഡ്, ഡാൻസ്ഡ്, പിന്നെന്താണ് ക്ലൈംഡ് എന്നൊക്കെ പറയുമ്പോൾ ഇ ഡി ഫോം വരണം. ഇത്ര ആലോചിച്ചാൽ മതി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ക്ലാസ്സായിട്ട് കാണാം, വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, അതുവരെയ്ക്കും ബൈ.